ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും +2 മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. കഴിഞ്ഞ വീഡിയോസിലൂടെ നിങ്ങൾ ഡെറിവേറ്റീവ്സ് പല ഫോമിലുള്ള ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സൊക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ് പഠിക്കുന്നത്. Let y equal to f of x be a differentiable function of x, then the derivative of the function exists, that is f dash of x exists, and it is called first order derivative. If first order derivative is differentiable, then we may differentiate it again with respect to x, that is d by dx of dy by dx, which is called second order derivative. ഫസ്റ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ. അത് നിങ്ങൾക്കറിയാം. അത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ വൈ ഡാഷ് y1 അങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ആ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വീണ്ടും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾക്കതിന് രണ്ടാമതും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും, അല്ലെങ്കിൽ y2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ y ഡബിൾ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി സ്ക്വയർ വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊക്കെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ നിങ്ങൾ റെപ്രസെൻറ്റേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഓർഡറിൻ്റെ റെപ്രസെൻറ്റേഷനും. അങ്ങനെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ നമ്മൾക്ക് അതിന് എത്ര തവണ വേണമെങ്കിലും, ചില ഫംഗ്ഷൻസൊക്കെ എത്ര തവണ വേണമെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈൻ എക്സ് എന്നുള്ള ആ ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. സൈൻ എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് അല്ലേ. അത് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ് എന്ന് വരും. അതിനെ വീണ്ടും മൂന്നാമത്തെ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ് എന്ന് വരും അല്ലേ. തേർഡ് ഓർഡർ ആണെങ്കിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ y3 അല്ലെങ്കിൽ y ട്രിപ്പിൾ ഡാഷ് അങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സിമിലർലി നമുക്ക് nth ഓർഡർ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ, അല്ലെങ്കിൽ yn എന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ പറ്റും nth ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 2 or 3 ഡിഫറൻസിയേഷനൊക്കെ കഴിയുമ്പോൾ അത് 0 ആയി പോകും. അതിൻ്റെ പവർ, അതിൻ്റെ ഓർഡർ എത്രയാണോ അതിനനുസരിച്ച് വരും, അതിൻ്റെ ഡിഗ്രി എത്രയാണോ അതിനനുസരിച്ചാണ് വരിക. ഇപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ആണ്. അതിൽ ഒന്നാമത്തത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2, അതായത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഇതൊരു പോളിനോമിയലാണ് അല്ലേ. ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്താ വരിക, 2x പ്ലസ് 3 അല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, പ്രത്യേകിച്ച് പറയാനില്ല. ഇതിനെ രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 എന്നല്ലേ കിട്ടുക. 2 ഇൻറ്റു എക്സിൻ്റെത് 1 ആണല്ലോ, 3യുടെ ഡെറിവേറ്റീവ് 0 ആണല്ലോ, അപ്പോൾ 2 എന്ന് കിട്ടും. ഇനിയും മൂന്നാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ അത് 0 കിട്ടും. പിന്നെ ഡെറിവേറ്റീവ് ഇല്ല അല്ലേ, പിന്നെ അത് 0 ആയി പോയല്ലോ എല്ലാം. അപ്പോൾ ഇനി തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെയുള്ളൂ, അതിന് ശേഷം പിന്നെ അത് 0 തന്നെയാണ്. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അത് പിന്നെ ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഓർഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ് എന്നാണ് ഫംഗ്ഷൻ. y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്, ദെൻ ഡി വൈ ബൈ ഡി എക്സ് എന്താ വരിക, 3x സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എക്സ് അല്ലേ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 6 സ്ക്വയർ എക്സ് ആണല്ലോ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതായത് സെക്കൻഡ് ഓർഡർ എന്താ വരിക, 3x സ്ക്വയറിൻ്റെ എന്ത് വരും, 3 ഇൻറ്റു 2x എന്നല്ലേ, അപ്പോൾ 6x എന്ന് വരും. പ്ലസ് 6 സ്ക്വയർ എക്സിൻ്റെ എന്താണെന്ന് വരിക, അത് നിങ്ങൾ ചെയിൻ റൂൾ പ്രകാരം പഠിച്ചതാണ്. 6 സ്ക്വയർ എക്സിൻ്റെ എന്താ വരിക, 2 sec x ഇൻറ്റു sec എക്സിൻ്റെ എന്ത് വരും, sec x tan x എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് ആൻസർ എന്ത് കിട്ടും, 6x പ്ലസ് 2 6 സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സ്, അല്ലെങ്കിൽ ടാൻ എക്സ് ഇൻറ്റു 6 സ്ക്വയർ എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. അടുത്തത്
ഇതൊക്കെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് മാത്രമാണ്. y ഈക്വൽ ടു ലോഗ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ dy ബൈ ഡി എക്സ് എന്താ വരിക 1/x അല്ലേ. ദെൻ സെക്കൻഡ് ഓർഡർ d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ എന്ത് വരും -1/x² അല്ലേ. അടുത്തത് എക്സ് ഇൻറ്റു കോസ് എക്സ് y ഈക്വൽ ടു എക്സ് കോസ് എക്സ്. ദെൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് എന്ത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലേ. എക്സ് കോസ് എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1, അതായത് -x സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഓർഡർ എന്ത് വരും d സ്ക്വയർ y ബൈ ഡി സ്ക്വയർ എന്ത് വരും. ഇവിടെ -x സൈൻ എക്സ് എന്നാണ് ആദ്യത്തെ ടേം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം അല്ലേ. അപ്പോൾ മൈനസ് ഓഫ്, അത് മൈനസ് പൊതുവായിട്ട് എടുത്താൽ മതി, മൈനസ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെത് കോസ് എക്സ് എന്ന് വരും പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെത് 1 എന്ന് വരും അല്ലേ. അടുത്തതോ പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവാണ്, ഇത് മൊത്തത്തിൽ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ മൈനസ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് എന്ന് വരും. കാരണം ഇവിടെ മൈനസ് സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ -2 സൈൻ എക്സ് എന്നാണ്. അത് മൈനസ് ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ മൈനസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. മൈനസ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x. ഇതെല്ലാം പ്രോഡക്റ്റ് റൂൾ കൊടുക്കേണ്ടതാണ്. dy ബൈ ഡി എക്സ് എന്ത് വരിക ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് 5x ഇൻറ്റു 5xൻ്റെത് 5 എന്ന് വരും പ്ലസ് സൈൻ 5x ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇനി അത് വീണ്ടും ഇനി സെക്കൻഡ് ഓർഡർ കാണണം. d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ, അത് ആദ്യത്തെ ടേമിലും പ്രോഡക്റ്റ് റൂൾ ഉണ്ട്, രണ്ടാമത്തെ ടേമിലും പ്രോഡക്റ്റ് റൂൾ കൊടുക്കാനുണ്ട്. 5 ഇൻറ്റു ആദ്യത്തെ ടേമിൽ 5 ഔട്ട്സൈഡ് എഴുതാം, 5 ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് എഴുതിയാൽ മതി. 5 ഇൻറ്റു അടുത്തത് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് 5xൻ്റെത് മൈനസ് സൈൻ 5x ഇൻറ്റു 5 എന്ന് വരും പ്ലസ് കോസ് 5x ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെത് ഇ റേസ് ടു എക്സ് എന്ന് തന്നെ വരും പ്ലസ് അടുത്തത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x ആണ്. അതും പ്രോഡക്റ്റ് റൂൾ എടുക്കുമ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് 5x ഇൻറ്റു 5 പ്ലസ് സൈൻ 5x ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. ഇനി അതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് എഴുതാൻ നോക്കാം. മൈനസ് ഇവിടെ എത്ര വരിക ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x എന്നുള്ള ടേം എത്രയുണ്ട് നോക്കാം. ഇവിടെ 5 ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x ഉണ്ട്, അത് നെഗറ്റീവാണ്. അതുപോലെ ഇവിടെ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x ഒരു തവണയുണ്ട്. ഇവിടെ 25 ടൈംസ് ഉള്ളത്, 5 ഇൻറ്റു 5 25 ടൈംസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x ഉണ്ട്, അത് മൈനസ് ആണ്, -25 ടൈംസ്. ഇവിടെ പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x ഉള്ളത്, അപ്പോൾ -24 ടൈംസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 5x എന്ന് വരും. അതുപോലെ കോസിൻ്റെത് എന്തൊക്കെയാണുള്ളത് 5 കോസ് 5x ഇൻറ്റു ഇ റേസ് ടു എക്സും, അതുപോലെ ഇവിടെ 5 കോസ് 5x ഇൻറ്റു ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ 10 ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് 5x എന്ന് കിട്ടും. അതിൽ രണ്ടിൽ 2 ഇ റേസ് ടു എക്സ് എന്നുള്ളത് ഔട്ട് സൈഡിൽ എടുത്താൽ 2 ഇ റേസ് ടു എക്സ് ഇൻറ്റു 5 കോസ് 5x മൈനസ് 12 സൈൻ 5x, അങ്ങനെയാണ് ആൻസർ കിട്ടുക. അടുത്തത് ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x, ഇതും അതുപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x, ദെൻ dy ബൈ ഡി എക്സ് പ്രോഡക്റ്റ് റൂൾ ഇ റേസ് ടു 6x ഇൻറ്റു മൈനസ് സൈൻ 3x ഇൻറ്റു 3 പ്ലസ് കോസ് 3x ഇൻറ്റു ഇ റേസ് ടു 6xൻ്റെത് ഇ റേസ് ടു 6x ഇൻറ്റു 6 എന്ന് കിട്ടും. അതായത് -3 ഇ റേസ് ടു 6x ഇൻറ്റു സൈൻ 3x പ്ലസ് 6 ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x എന്നാണ് വരിക. ഇനി സെക്കൻഡ് ഓർഡർ പ്രോഡക്റ്റ് റൂൾ കൊടുത്തിട്ട് തന്നെ ചെയ്യണം. -3 എന്നുള്ളത് ഔട്ട് സൈഡിൽ വെച്ചാൽ ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x ഇൻറ്റു 3 എന്ന് വരും പ്ലസ് സൈൻ 3x ഇൻറ്റു ഇ റേസ് ടു 6xൻ്റെത് ഇ റേസ് ടു 6x ഇൻറ്റു 6 പ്ലസ് അടുത്തതും പ്രോഡക്റ്റ് റൂൾ 6 ഔട്ട് സൈഡ് എടുത്താൽ 6 ഇൻറ്റു ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3xൻ്റെത് മൈനസ് സൈൻ 3x ഇൻറ്റു 3 പ്ലസ് കോസ് 3x ഇൻറ്റു ഇ റേസ് ടു 6x ഇൻറ്റു 6 എന്ന് വരും. ഇനി നമുക്ക് അതിൽ ഒരേപോലെയുള്ളത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടുക 27 ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x മൈനസ് 36 ഇ റേസ് ടു 6x ഇൻറ്റു സൈൻ 3x എന്നാണ് വരിക. അതിൽ കോമൺ ആയിട്ട് 9 ഇ റേസ് ടു 6x ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കോസ് 3x മൈനസ് 4 സൈൻ 3x എന്നുള്ള ആൻസറാണ് കിട്ടുക.
ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ലോഗ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിവൈഡ് ബൈ ഡി എക്സ് എന്താ വരിക? 1/log(x) ഇൻറ്റു ലോഗ് എക്സിൻ്റെ 1/x അല്ലേ, അതായത് 1/x log x എന്ന് കിട്ടും. അതിന് സെക്കൻഡ് ഓർഡർ ചെയ്യാൻ നമ്മൾക്ക് ഇവിടെ കോഷ്യൻ റൂളാണ് ചെയ്തിട്ടുള്ളത്. കോഷ്യൻ ഫോമില എന്നല്ലോ അത് ഉള്ളത്. അപ്പോൾ ഇവിടെ കോഷ്യൻ റൂളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എക്സ് ലോഗ് എക്സ് ഇൻറ്റു 1 0 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, അത് പ്രോഡക്റ്റ് റൂൾ ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് വരും പ്രോഡക്റ്റ് റൂളിൽ കൊടുക്കുമ്പോൾ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ലോഗ് എക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ കിട്ടുക മൈനസ് ഓഫ് 1 പ്ലസ് ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇത് കോഷ്യൻ റൂളിൽ വളരെ എളുപ്പത്തിൽ ചെയ്തു. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ആ ഫോമാണല്ലോ കോഷ്യൻ റൂൾ. അത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിന് 2 ഹോംവർക്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇവിടെ ഹോംവർക്ക് കൊടുത്തത് ഒന്ന് x² log x എന്നുള്ളത്, അത് സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കുക. അതുപോലെ സൈൻ ഓഫ് ലോഗ് എക്സ്, അതുപോലെ മൂന്നാമത്തെ ടാൻ ഇൻവേഴ്സ് എക്സ്. ആ 3 പ്രോബ്ലം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.